إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ തീർച്ചയായും നാം അഗ്നിയിൽ എറിയുന്നതാകുന്നു. അവരുടെ ചർമ്മങ്ങൾ വെന്ത് പാകമാകുമ്പോഴെല്ലാം തൽസ്ഥാനത്ത് വേറെ ചർമ്മങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. അവർ നന്നായി പീഡനമനുഭവിക്കേണ്ടതിന്. അല്ലാഹു അജയ്യശക്തനാകുന്നു. തന്റെ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടതെങ്ങനെയെന്ന് നന്നായി അറിയുന്നവനുമാകുന്നു. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവരോ അവരെ നാം കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങളിൽ പ്രവേശിപ്പിക്കും. അവരതിൽ എന്നെന്നും സ്ഥിരവാസികളാകുന്നു. അവർക്കവിടെ പരിശുദ്ധകളായ സഹധർമ്മിണികളെയും ലഭിക്കുന്നു. അവരെ നാം ഇടതിങ്ങിയ ശീതളഛായയിൽ പ്രവേശിപ്പിക്കുന്നു. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعما يعظكم به إن الله كان سميعا بصيرا. അമാനത്തുകൾ അവയുടെ ഉടമകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ജനങ്ങൾക്കിടയിൽ തീരുമാനം കൽപ്പിക്കുമ്പോൾ നീതിപൂർവം തീരുമാനം കൽപ്പിക്കണമെന്നും അല്ലാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമല്ലോ. ഇസ്രായേലർ അടിപ്പെട്ടുപോയ തിന്മകളിൽ നിന്ന് സത്യവിശ്വാസികൾ സുരക്ഷിതരാകണമെന്ന് സാരം. ഇസ്രായേല്യർ തങ്ങളുടെ അധപതന ഘട്ടത്തിൽ മതനേതൃത്വം, ജനനായകത്വം തുടങ്ങിയ അമാനത്തുകളെ അനർഹരും സങ്കുചിതരും ദുസ്വഭാവികളും വിശ്വാസവഞ്ചകരുമായ ആളുകളിൽ അർപ്പിച്ചു. അങ്ങനെ ദുഷിച്ച നേതൃത്വത്തിൽ ജനത മുഴുവൻ ദുഷിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നു അവരുടെ അടിസ്ഥാനപരമായ ഒരു തെറ്റ്. ഈ വഴക്കം പിൻപറ്റരുതെന്ന് മുസ്ലിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. അമാനത്തുകൾ അവയുടെ ഉടമകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഉത്തരവാദിത്വ ഭാരം വഹിക്കാൻ പ്രാപ്തിയുള്ളവരിലെ ഉത്തരവാദിത്വം അർപ്പിക്കാവൂ. ഇസ്രായേല്യർ നീതിബോധം പൂർണ്ണമായും കൈവെടിഞ്ഞിരുന്നു. അവരുടെ മറ്റൊരു വലിയ മാർഗഭ്രംശമായിരുന്നു അത്. വ്യക്തിപരമോ സാമുദായികമോ ആയ താൽപര്യങ്ങളുടെ പേരിൽ അവർ സത്യവിശ്വാസം ത്യജിച്ച് വ്യക്തമായ ശാഠ്യബുദ്ധി കാണിച്ചിരുന്നു. നീതിയുടെ കഴുത്തിൽ കത്തിവെക്കാൻ അവർക്ക് ഒരു കൂസലമുണ്ടായിരുന്നില്ല. അവരുടെ നീതികേടിന്റെ അതിതീക്ഷണമായ അനുഭവം മുസ്ലിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുടെയും പരിശുദ്ധ ജീവിതം തങ്ങളുടെ കൺമുമ്പിൽ കാണുക, മറുവശത്ത് ബിംബാരാധകരായ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന, ചിറ്റമ്മമാരെ കല്യാണം കഴിക്കുന്ന, നഗ്നരായി കഅബ പ്രദക്ഷിണം ചെയ്യുന്ന ജനങ്ങളെയും കാണുക. എന്നിട്ട് ഈ രണ്ടാമത്തെ വിഭാഗമാണ് കൂടുതൽ നേർമാർഗികളെന്ന് നിർലജ്ജം പുലമ്പുകയും ചെയ്യുക. ഇതിൽ പരം അനീതി മറ്റെന്താണുള്ളത്? അവരുടെ ഈ അനീതിയെപ്പറ്റി താക്കീത് നൽകിയ ശേഷം അല്ലാഹു മുസ്ലിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇമ്മാതിരി അനീതി പ്രവർത്തിക്കരുത്. ഒരു കക്ഷിയോട് മൈത്രിയിലാവട്ടെ ശത്രുതയിലാവട്ടെ ഏതു നിലയ്ക്കും നീതിവാക്കേ പറയാവൂ, നീതിപൂർവമേ തീരുമാനം കൽപ്പിക്കാവൂ. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا.
അല്ലയോ വിശ്വസിച്ചവരെ, അല്ലാഹുവിനെ അനുസരിപ്പിൻ, ദൂതനെയും അനുസരിപ്പിൻ, നിങ്ങളുടെ കൈകാര്യക്കാരെയും അനുസരിപ്പിൻ. ഏതെങ്കിലും കാര്യത്തിൽ തമ്മിൽ തർക്കമുണ്ടായാൽ അക്കാര്യം അല്ലാഹുവിങ്കലേക്കും ദൂതനിലേക്കും മടക്കുവിൻ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാണ് ഏറ്റവും ശരിയായ മാർഗം. അനന്തരഫലം പരിഗണിക്കുമ്പോഴും ഇതുതന്നെയാണ് ഏറ്റവും നല്ലത്. ഈ സൂക്തം ഇസ്ലാമിന്റെ മതപരവും നാഗരികവും രാഷ്ട്രീയവുമായ സമ്പൂർണ്ണ വ്യവസ്ഥിതിയുടെ അടിത്തറയും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ ഒന്നാം ഖണ്ഡികയുമാകുന്നു. ഇതിൽ ഇനി പറയുന്ന തത്വങ്ങൾ സുസ്ഥിരമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1. ഇസ്ലാമിക വ്യവസ്ഥിതിയിൽ ആത്യന്തികമായി അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാകുന്നു. ഒരു മുസ്ലിം ഒന്നാമതായി ദൈവത്തിന്റെ അടിമയാണ്, മറ്റെല്ലാം പിന്നീട് മാത്രം. മുസൽമാന്റെ വ്യക്തിജീവിതത്തിന്റെയും മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിന്റെയും കേന്ദ്രവും അച്ചുതണ്ടുമായിരിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണവും കൂറുമാകുന്നു. അല്ലാഹു അല്ലാത്തവർക്കുള്ള അനുസരണവും കൂറും സ്വീകരിക്കപ്പെടുന്നത് അല്ലാഹുവിനോടുള്ള അനുസരണത്തിനും കൂറിനും എതിരാവാതെ അവയ്ക്ക് വിധേയമായിരിക്കുമ്പോൾ മാത്രമാണ്. ഈ മൗലികാനുസരണത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ അനുസരണ ബന്ധങ്ങളും നിഷിദ്ധമാകുന്നു. സ്രഷ്ടാവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണം പാടുള്ളതല്ല എന്ന പ്രവാചക വചനത്തിന്റെ സാരവും ഇതത്രേ. 2. ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ രണ്ടാമത്തെ അടിസ്ഥാനം റസൂലിനുള്ള അനുസരണമാണ്. റസൂലിനോടുള്ളത് സ്വതന്ത്രമായ അനുസരണമല്ല, ദൈവത്തിനുള്ള അനുസരണത്തിന്റെ പ്രായോഗിക രൂപമാണത്. ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും നമുക്ക് ലഭിക്കുന്നതിനുള്ള ആധികാരിക മാർഗമായതുകൊണ്ടാണ് പ്രവാചകൻ അനുസരിക്കപ്പെടുന്നത്. പ്രവാചകന്റെ അനുസരണം വഴിക്കേ നമുക്ക് ദൈവത്തെ അനുസരിക്കാനാവൂ. പ്രവാചകന്റെ അംഗീകാരം കൂടാതെ ദൈവത്തിനുള്ള ഒരനുസരണവും പരിഗണനീയമല്ല. പ്രവാചകനോടുള്ള ധിക്കാരം ദൈവത്തോടുള്ള ധിക്കാരമാണ്. എന്നെ അനുസരിച്ചവൻ ദൈവത്തെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ ദൈവത്തെ ധിക്കരിച്ചു എന്ന നബിവചനം ഇതാണ് വ്യക്തമാക്കുന്നത്. ഇതേ സംഗതി വളരെ വ്യക്തമായി ഖുർആനിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. 3. മുകളിൽ പറഞ്ഞവയ്ക്ക് പുറമേ അതിന് കീഴിലായിക്കൊണ്ട് ഇസ്ലാമിക വ്യവസ്ഥിതിയിൽ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമായ മൂന്നാമതൊരു അനുസരണം കൂടിയുണ്ട്. മുസ്ലിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനാണത്. മുസ്ലിങ്ങളുടെ സാമൂഹിക കാര്യങ്ങളിൽ മേലധികാരം വഹിക്കുന്ന എല്ലാവരും ഉലുൽ അംറിന്റെ നിർവചനത്തിൽ പെടുന്നു. മാനസികവും ചിന്താപരവുമായ മാർഗദർശനം നൽകുന്ന പണ്ഡിതന്മാർ, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, രാജ്യകാര്യം നടത്തുന്ന അധികൃതർ, കോടതി ജഡ്ജിമാർ, ഗോത്രങ്ങൾക്കും പ്രദേശങ്ങൾക്കും മഹല്ലുകൾക്കും നേതൃത്വം നൽകുന്ന നാട്ടുമുഖ്യന്മാർ എന്നുവേണ്ട വല്ല വിധത്തിലും മുസ്ലിങ്ങളുടെ കൈകാര്യക്കാരായിട്ടുള്ളവരെല്ലാം അനുസരിക്കപ്പെടേണ്ടവരാണ്. അവരുമായി പിണങ്ങി മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വിടവുണ്ടാക്കുന്നത് ശരിയല്ല. എന്നാൽ ഉലുൽ അംർ അഥവാ കൈകാര്യാധികാരികൾ അനുസരണത്തിന് അർഹരാകാൻ 2 ഉപാധികളുണ്ട്. 1. അവർ മുസ്ലിങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. 2. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായിരിക്കണം. ഇത് രണ്ടും പ്രസ്തുത അനുസരണത്തിനുള്ള നിർബന്ധ ഉപാധികളത്രേ. ഇത് തൊട്ട് മുമ്പത്തെ ആയത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുറമെ ഹദീസിൽ സവിസ്തരം വിവരിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി ഏതാനും ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. ദൈവിക വിധിക്ക് എതിരായത് കൽപ്പിക്കപ്പെടാത്തിടത്തോളം ഇഷ്ടകരമായാലും അനിഷ്ടകരമായാലും ഉലുൽ അംറിന്റെ വാക്ക് കേൾക്കലും അനുസരിക്കലും മുസൽമാന് നിർബന്ധമാകുന്നു. അഥവാ ദൈവിക വിധിക്ക് എതിരായത് കൽപ്പിക്കുന്ന പക്ഷം പിന്നെ കേൾക്കാനും അനുസരിക്കാനും പാടില്ല. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ്: ദൈവത്തോടും പ്രവാചകനോടും അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആരെയും അനുസരിച്ചുകൂടാത്തതാണ്. അനുസരണം സൽക്കാര്യത്തിൽ മാത്രമാണ്. മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്: നിങ്ങൾക്ക് ചില ഭരണാധിപന്മാരുണ്ടാകും. അവരുടെ നടപടികളിൽ ചിലത് നിങ്ങൾ നന്മയായി കാണും, ചിലത് തിന്മയായും. അവരുടെ തിന്മകളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നവർ കടമ നിർവഹിച്ചു, അവയെ വെറുക്കുന്നവരും രക്ഷപ്രാപിച്ചു. എന്നാൽ അവയെ തൃപ്തിപ്പെടുകയും പിൻപറ്റുകയും ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും. സ്വഹാബികൾ ചോദിച്ചു, അങ്ങനെയുള്ള ഭരണാധിപന്മാരോട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെയോ? നബി ഉത്തരമരുളി, പാടില്ല, അവർ നമസ്കരിക്കുന്ന കാലത്തോളം. അതായത് അവർ ദൈവത്തോടും പ്രവാചകനോടുമുള്ള വിധേയത്വത്തിൽ നിന്ന് മുക്തരായെന്ന് വ്യക്തമായി തെളിയിക്കുന്ന അടയാളമാണ് നമസ്കാരം ഉപേക്ഷിക്കൽ. അനന്തരം അവർക്കെതിരായി പ്രവർത്തിക്കുന്നത് ന്യായമായിരിക്കും. മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി തിരുമേനി പ്രസ്താവിക്കുന്നു: നിങ്ങൾ വെറുക്കുന്നവരും നിങ്ങൾ വെറുക്കുന്നവരും
നിങ്ങൾ ശപിക്കുന്നവരും നിങ്ങളെ ശപിക്കുന്നവരുമാണ് നിങ്ങളുടെ നായകന്മാരിൽ നീചരായിട്ടുള്ളവർ. സ്വഹാബിമാർ ചോദിച്ചു, ആ സ്ഥിതി വരുമ്പോൾ ഞങ്ങൾ അവർക്കെതിരായി പൊരുതട്ടെയോ? നബി തിരുമേനി അരുൾ ചെയ്തു, പാടില്ല. അവർ നിങ്ങളിൽ നമസ്കാരം നിലനിർത്തുന്ന കാലത്തോളം. നമസ്കാരം നിലനിർത്തുന്നത് കൊണ്ടുദ്ദേശ്യം മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നമസ്കാര വ്യവസ്ഥ നടപ്പിലാക്കലാണെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഭരണാധിപന്മാർ സ്വന്തം നിലയ്ക്ക് നമസ്കാരക്കാരായാൽ പോരാ, തങ്ങളുടെ ഭരണകൂടത്തിൽ നമസ്കാരം വ്യവസ്ഥാപിതമാക്കുകയെങ്കിലും വേണം. തങ്ങളുടെ ഭരണം അതിന്റെ മൗലിക സ്വഭാവം അനുസരിച്ച് ഒരു ഇസ്ലാമിക ഭരണമാണ് എന്നതിന്റെ അടയാളമാണത്. ഇതും കൂടിയില്ലെന്ന് വന്നാൽ ആ ഭരണം ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പിന്നീട് അതിനെ തട്ടിമാറ്റുന്നതിനായുള്ള പരിശ്രമം മുസ്ലിങ്ങൾക്ക് അനുവദനീയമായി തീരുന്നതാണ്. ഇതേ വിഷയം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. നബി തിരുമേനി ഞങ്ങളോട് പലതിനെയും പറ്റി കരാർ വാങ്ങിയ കൂട്ടത്തിൽ ഒരു കരാർ ഇതായിരുന്നു: നാം നമ്മുടെ നായകന്മാരോടും ഭരണാധിപന്മാരോടും പിണങ്ങുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാവുന്ന തെളിവുണ്ടായിരിക്കും വിധം പരസ്യമായ കുഫർ അവരുടെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടാത്ത കാലത്തോളം. 4. ഈ സൂക്തം വിവരിക്കുന്ന സ്വതന്ത്രവും ശാശ്വതവുമായ നാലാമത്തെ തത്വം ഇതാണ്: ഇസ്ലാമിക വ്യവസ്ഥിതിയിൽ ദൈവനിയമത്തിനും പ്രവാചകചര്യയ്ക്കും അടിസ്ഥാന നിയമത്തിന്റെയും അന്ത്യപ്രമാണത്തിന്റെയും പദവിയാണുള്ളത്. മുസ്ലിങ്ങൾ തമ്മിലോ ഭരണകൂടവും ഭരണീയരും തമ്മിലോ വല്ല പ്രശ്നത്തിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അതിന്റെ തീരുമാനത്തിന് ഖുർആനെയും സുന്നത്തിനെയും സമീപിക്കുന്നു. അവിടുന്ന് ലഭിക്കുന്ന തീരുമാനമെന്തോ അതിനു മുമ്പിൽ സകലരും തലകുനിക്കുന്നു. ഇങ്ങനെ എല്ലാ ജീവിത ഇടപാടുകളിലും കിതാബിനെയും സുന്നത്തിനെയും അടിസ്ഥാന പ്രമാണമായും അവസാന വാക്കായും സമ്മതിക്കുന്നു. ഇതാണ് ഇസ്ലാമിക വ്യവസ്ഥിതിയെ അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അനിവാര്യ ഘടകം. ഈ ഘടകമില്ലാത്ത ഏത് വ്യവസ്ഥിതിയും അനിസ്ലാമിക വ്യവസ്ഥിതിയാകുന്നു. ഇവിടെ ചിലർക്കൊരു സംശയം: എല്ലാ ജീവിത പ്രശ്നങ്ങളുടെയും തീരുമാനത്തിന് കിതാബിനെയും സുന്നത്തിനെയും സമീപിക്കുന്നത് എങ്ങനെയാണ്? മുനിസിപ്പാലിറ്റിയുടെയും റെയിൽവേയുടെയും പോസ്റ്റ് ഓഫീസിന്റെയും നിയമചട്ടങ്ങളും ഇതുപോലുള്ള മറ്റനേകം കാര്യങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥകളൊന്നും തന്നെ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടില്ലല്ലോ. ദീനിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാത്തതാണ് ഈ സംശയത്തിന് കാരണം. മുസ്ലിമിനെ അമുസ്ലിമിൽ നിന്ന് വേർതിരിക്കുന്ന സംഗതി ഇതത്രേ: അമുസ്ലിം നിരുപാധിക സ്വാതന്ത്ര്യം വാദിക്കുകയാണ്. ദൈവത്തിന്റെ അടിമയായിക്കൊണ്ട് അവൻ നിർദ്ദേശിച്ച പരിധിയിൽ മാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാണ് മുസ്ലിം. അവിശ്വാസി തന്റെ എല്ലാ പ്രശ്നത്തിലും സ്വയം നിർമ്മിച്ച തത്വങ്ങൾക്കും നിയമങ്ങൾക്കുമൊത്ത് തീരുമാനം കൽപ്പിക്കുന്നു. തനിക്ക് ദൈവിക പ്രമാണത്തിന്റെ ആവശ്യകതയുണ്ടെന്ന് തന്നെ അവൻ മനസ്സിലാക്കുന്നില്ല. വിശ്വാസിയാകട്ടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുന്നു. അവിടെ വല്ല നിയമവും കണ്ടെത്തുന്നുവെങ്കിൽ അത് പിന്തുടരുന്നു. ഒരു നിയമവും കണ്ടെത്തുന്നില്ലെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയുള്ളൂ. ഒരു വിഷയത്തിൽ ശാരിഅ് ഒരു നിയമവും നൽകാതിരിക്കുമ്പോൾ ആ വിഷയത്തിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം എന്ന ന്യായത്തിൽ അധിഷ്ഠിതമാണ് മുസ്ലിമിന്റെ ഈ സ്വാതന്ത്ര്യ നയം. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. നിനക്കവതരിപ്പിക്കപ്പെട്ടതും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതുമായ വേദങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുന്നവരെ കണ്ടില്ലയോ? പക്ഷേ ഇടപാടുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് അവർ ത്വാഊത്തിനെ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നു. അവരോ ത്വാഊത്തിനെ നിഷേധിക്കാൻ അനുശാസിക്കപ്പെട്ടവരാകുന്നു. സാത്താൻ അവരെ വ്യതിചലിപ്പിച്ച് സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകറ്റാൻ ശ്രമിക്കുകയാകുന്നു. ദൈവിക നിയമമല്ലാത്ത മറ്റേതെങ്കിലും നിയമമനുസരിച്ച് വിധി നടത്തുന്ന ന്യായാധിപൻ അള്ളാഹുവിന്റെ പരമാധികാരത്തിന് വിധേയമല്ലാത്തതും അവന്റെ കിതാബിനെ അന്ത്യപ്രമാണമായി അംഗീകരിക്കാത്തതുമായ നീതിന്യായ സ്ഥാപനം തുടങ്ങിയവയാണ് ഇവിടെ ത്വാഊത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ത്വാഊത്തുകളോട് പ്രശ്നങ്ങളിൽ വിധി തേടുന്നത് ഈമാനിന് വിപരീതമാണ്. ഖുർആന്റെ ദൃഷ്ടിയിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അനിവാര്യതയാണ് ത്വാഊത്തിനോടുള്ള നിഷേധം. അള്ളാഹുവിന്റെയും
താഊത്തിന്റെയും മുമ്പിൽ ഒരേ അവസരത്തിൽ കുമ്പിടുന്നത് തനിക്കാപട്യമാകുന്നു. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ